എല്ലാ സ്വഹാബാക്കളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരും ഒത്തുകൂടി എല്ലാവരും സന്തോഷിക്കലായ നാളും പരിശുദ്ധ റജബും 27 ജാവും ഇന്ന് മഗ്‌രിബിൽ പിന്നെ ആരംഭം. 4 പോർമാന നോമ്പും ഇസ്ലാമിക രാജും സുന്നത്ത് നോമ്പും അള്ളാഹു താലാകുവിനായിട്ട് നാല് പിടിക്കലായിട്ട് നിയന്ത്രിക്കും. അപ്പോൾ 4 സുബൈക്ക് അത്താഴമുണ്ടാവും. ഇന്ന് ജുമാഅത്ത് കയറാത്ത എല്ലാവർക്കും വിശേഷമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് മഗ്‌രിബിൽ പിന്നായിട്ട് ഇസ്ലാമിക രാജ ആരംഭം. ചിലന്മാരെ തെറ്റിദ്ധാരണയുണ്ട്. എന്തോ തന്നെ 4 പോർമാന ഇസ്ലാമിക രാജ ആയെങ്കിൽ അപ്പം 4 മഗ്‌രിബിൽ പിന്നായിട്ട് ഇസ്ലാമിക രാജാവും ഇസ്ലാമ പ്രകാരം അങ്ങനല്ല. ഒരു 4 ആരംഭാവുടെ മഗ്‌രിബോട് കൂടെ ഇന്ന് മഗ്‌രിബും ഇസ്ലാമിക രാജ്. അപ്പൊ ഇന്ന് മഗ്‌രിബിൽ പിന്നായിട്ട് 27 ജാവും. 4 മഗ്‌രിബിക്ക് നോമ്പ് തിരക്കിനായിട്ടിരിക്കും. പക്ഷെ 4 മഗ്‌രിബിൽ പിന്നെ 27 ജാവ് കിട്ടില്ല. 28 ജാവായിട്ട് കിട്ടും. അപ്പൊ ദുആ ആക്കണായോ, യാസീൻ ഓതനായോ, ദുആ ആക്കണായോ, ദിക്ർ ചൊല്ലണായോ, ഒരുപാട് ഇബാദത്തുകളെ കൊണ്ടും ധന്യമാകുമ്പോഴായിട്ട് ഇന്നത്തെ ജാവായിട്ട് കിട്ടും. നബി ഉമ്മാമത്ത റളിയല്ലാഹു അൻഹു ഖാല ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ വന്നിട്ട് കേട്ടാൽ അയ്യു ദുആഇ അസ്മഉ, ഉത്തരം കിട്ടുന്ന ദുആ ഏത് നബിയെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ಬೇಗ ಅಲ್ಲಾಹ್ ತಾರಾ ಉತ್ತರ ಕಿಟ್ಟರೆ ಟೈಮು ಏದು ನಬಿಯ ದುಆ ಕೇಟಪ್ಪ قال محمد مصطفى صلى الله عليه وسلم തങ്ങൾ ചൊല്ലുന്നു ജൗഫൽ ലൈലിൽ ആഖിർ, പാതി ജാവുകെ ചിക്ക് ദുആ ആക്കണം. അപ്പ പാതി ജാവുടെ ദുആ ആക്കുമ്പോഴത്തേക്കും പാതി ജാവും ആരും കാണുന്ന എല്ലാവരും പക്ഷികളും ജീവികളും ജിന്നുകളും മനുഷ്യന്മാരും എല്ലാവരും ഔത്തരം ഉറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഉറങ്ങിയിട്ട് ഞങ്ങൾ പാതിജാവ് എനിക്കൊരു എച്ചിട്ട് ദിക്റും ചെന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആക്ക് ആ ദുആക്ക് വേഗം ഉത്തരം കിട്ടും. നല്ല പ്രതിഫലവും ഉണ്ട് ആ ദുആക്ക്. അപ്പൊ ഇന്നത്തെ ജാവുടെ പാതിജാവുടെ എപ്പം കൂടെ തരാം. ഇന്നത്തെ ജാവും ഇങ്ങനത്തെ ഓരോ നാളും ഓരോ മഹത്വമുണ്ട്. വിന്യാസ ജാവും എല്ലാ വിന്യാസ ജാവും നാളിന് ഏറ്റവും ശ്രേഷ്ഠമായ ജാവും. അപ്പൊ ഇന്നത്തെ ജാവും പ്രത്യേകിച്ച് റജബ് 27 ഇസ്ലാമിക രാജ ജാവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ഞാൻ എല്ലാം വിശദീകരിച്ചതിന് ആവശ്യകതയില്ലേ, രണ്ടാമത് വിശദീകരിക്കുന്നു. ഇസ്ലാമിക രാജന്റെ സംഭവം ഫുള്ള് റബീഉൽ അവ്വലാണ് ചെന്നത്. അപ്പൊ ഇസ്ലാമിക രാജ സുബ്ഹാന ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വാനലോകത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് അള്ളാഹുവിനെ മുട്ടിട്ട് അള്ളാഹുവിനെ കണ്ടിട്ട് അള്ളാഹുട്ടിക മുന്നിട്ട് 50 വക്ത് നിസ്കാരം മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും എല്ലാ അമ്പിയാക്കന്മാരെയും കണ്ടിട്ട് ഒരുപാട് സംഭവം കഴിഞ്ഞിട്ടായിട്ട് മുറാഖത്തിന്റെ വാഹനത്തിലെല്ലാം പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുന്നേ തിരിച്ചിട്ട് വന്നോ. ആ ജാവായിട്ട് ഇന്നത്തെ ജാവും. അപ്പൊ ഇന്നത്തെ ജാവും ഞങ്ങൾ ഔത്തത് വെച്ചിട്ട് എല്ലാവരും യാസീൻ ഓതറും ദിക്ർ ചൊല്ലറും ചമ്മ ഖുർആൻ ഓതറും വർഷങ്ങളുടെ ഹദിയാക്കറോ എപ്പോഴും നിസ്കരിക്കുന്നതിനേക്കാരാ തെല്ല യാറേണ്ട് ജനക്കാത്ത് യാറ തഹജ്ജുദ് നിസ്കരിക്കറോ, വിത്ർ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കറോ, അതേപോലെ തഹജ്ജുദ് നിസ്കാരം 6 മിനിറ്റ് ജാവും കൂടെ ഉണ്ടായിരുന്നു മോദിൽ. പിന്നെ അപ്പൊ ഖുർആനും ദുആവും ഇന്നത്തെ ജാവും പ്രത്യേകമായിട്ട് ഉത്തരം കിട്ടുന്ന ജാവായിട്ട് അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൊരു ടൈം സ്വലാത്തിന്റെ മക്തൂബാത്ത് കേട്ടിട്ട് എന്തായാലും ഏത് ടൈമിലായിട്ടുള്ള ഉത്തരം കിട്ടുന്ന ടൈമോ അള്ളാഹു താല പെട്ടെന്ന് സ്വീകരിക്കണേ. ഒന്ന് ഫാതിജാവും, ഇന്നൊന്ന് സ്വലാത്തിന്റെ മക്തൂബാത്ത്. 5 വക്ത് നിസ്കാരത്തെ ശേഷം ദുആ നിസ്കരിച്ചാൽ പിന്നെ ജമാഅത്തിനൊട്ടിಗೆ ഇമാം ദ്വാരക്കിടുക. അല്ലെങ്കിൽ സിംഗിളായിട്ട് നിസ്കരിക്കുമ്പോ നിസ്കരിച്ചാൽ സലാമിട്ടിട്ട് അങ്ങനെ പോകണം തീരാ. 5 വക്ത് നിസ്കാര ശേഷം ഉണ്ടല്ലേ അത് അല്ലാഹു തആല വേഗം സ്വീകരിക്കുന്ന ദുആയിട്ടിക്കണ്. അപ്പൊ അങ്ങനത്തെ ടൈമോ ഈ പരിശുദ്ധ റജബ് തിങ്കളിലും ശഅബാനിലെ തിങ്കളിലും മഹത്തായ ടൈമായിട്ടിക്കണ് 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദുആ. ബാക്കിയുള്ള തിങ്കളിലേക്കാണ് നല്ല ശ്രേഷ്ഠമായ ദുആയിട്ടിക്കണ്. അപ്പൊ അതിക്കെല്ലാം നല്ല ഉത്തരം കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടുമ്പോ അത്തരത്തിലുള്ള ഇബാദത്തുകൾ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ആയുസ്സിനെ തന്നെ മുട്ടിട്ട് കരയെടുത്തില്ല. ഞങ്ങളുടെ ഖബറിൽ പോകുമ്പോൾ ഞങ്ങളൊട്ടിಗೆ ഇത്തരത്തിലുള്ള ഫാതിജാവുകളുടെ ദുആവും 5 വക്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആവും ആമീൻ ചൊല്ലുൻ. ആമീൻ അല്ലാഹുവിന്റെ ഉത്തരത്താ അല്ലാഹ് ഇമാം ദ്വാരക്കും ആമീൻ ചൊല്ല്.
ആമീൻ ചൊല്ലി അല്ലാഹുവേ നീ ഉത്തരം തരുമോ, അതും ഒരു ദുആ ആയിട്ടുണ്ട്. ആമീൻ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റജബിലും ശഅബാനിലും റമദാനിലും ചമ്മേ ദിക്ർ ചൊല്ലുകയും ചമ്മേ ദുആക്കുകയും ചമ്മേ നിസ്കരിക്കുകയും ആഫിയത്തും തൗഫീഖും ആരോഗ്യവും അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലെല്ലാത്ത ബറക്കത്ത് കൊണ്ട് കുടുംബത്തിന് മരിച്ചാൽ അല്ലാഹു തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെ മക്കളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണോ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും രണ്ട് രോഗവും നീ രക്ഷപ്പെടുത്തണോ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ ശുദ്ധിയാക്കണോ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണോ അല്ലാഹ്. ആമീൻ.